ആദ്യം തന്നെ ലോക്സഭയിലേക്കാണ്. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. ഇന്നും സഭ പ്രക്ഷുബ്ധമാക്കാൻ പ്രതിപക്ഷത്തിന് നീക്കം തുടരുകയാണ്. പ്രതിപക്ഷത്തിന് താക്കീത് നൽകി സ്പീക്കർ. രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. വിവരങ്ങളുമായി ആദർശ് TS ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ആദർശയെ, പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ, ഐതിഹാസിക ബില്ല്, അതിന്മേലുള്ള ചർച്ച തുടരുകയാണ്. എങ്ങനെയാണ് ചർച്ച പുരോഗമിക്കുന്നത്? ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇന്നും സഭ പ്രക്ഷുബ്ധമാക്കാനുള്ളൊരു ആസൂത്രിത നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? എന്താണ് ഇന്ന് സ്പീക്കർ പ്രതിപക്ഷത്തിന് നൽകിയ താക്കീത്? ആദർശ്. അശ്വതി, ഇപ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ്. രാജ്യസഭയിലാകട്ടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ബഹളമാണുണ്ടായത്. അവർ ഇപ്പോഴും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്രമ സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിനും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെയുള്ള അവരുടെ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ നടത്തുകയാണ്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രാജ്യസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റമുണ്ടായത്. ലോക്സഭയിലാകട്ടെ ഉന്നത വിദ്യാഭ്യാസ പരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് നടക്കുന്നത്. ഇതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പീക്കർ പലതവണ ഈ പ്രതിപക്ഷ അംഗങ്ങളെ താക്കീത് ചെയ്തിരുന്നു. കാരണം കൃത്യമായിട്ട് രാഷ്ട്രത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ അവിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്വമില്ലാത്ത സമീപനമുണ്ടാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്പീക്കർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഭരണപക്ഷമാകട്ടെ ഇത്തരത്തിൽ കൃത്യമായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുടെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയെ അടക്കം വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പരാമർശം പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായതടക്കം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിനെതിരെയുള്ള വിമർശനം ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. ഭരണപക്ഷം കോൺഗ്രസ് ഈ വിഷയത്തിൽ പുലർത്തുന്ന ഇരട്ടത്താപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കൃത്യമായിട്ടും കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടും നയവുമൊക്കെ അത് എങ്ങനെയാണ് ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് ദോഷകരമാകുന്നതെന്നും യുവാക്കളുടെ ഭാവി തകർക്കുന്നതെന്നും ഓരോ BJP അംഗവും ഈ ബില്ലിന്മേലുള്ള ചർച്ചയിൽ സംസാരിക്കവേ ചൂണ്ടിക്കാട്ടുകയും എടുത്തു പറയുകയും ചെയ്തു. അതെന്തായാലും കോൺഗ്രസ് നേതാക്കൾക്ക്, പ്രത്യേകിച്ച് രാഹുലും പ്രിയങ്കയും KC വേണുഗോപാലും അടക്കമുള്ളവർക്ക് വലിയ ക്ഷീണമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ രൂക്ഷ വിമർശനം ഭരണപക്ഷത്തിനെതിരെ നടത്തുകയും ചെയ്യുന്നത്. കാരണം കൃത്യമായിട്ടും ഈ ഭരണപക്ഷത്തിൽ നിന്ന് കിട്ടിയ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ ഇതിനെ ഒരു അവസരമാക്കി രാഹുൽ മാറ്റുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഭരണപക്ഷമാകട്ടെ കൃത്യമായിട്ട് കണക്കുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് UPA ഭരണകാലത്തുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചയും അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് UPA ഭരണത്തിനോ കോൺഗ്രസ് സർക്കാരുകൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനം തന്നെയാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രമല്ല കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ അത് ഈ രാഷ്ട്രത്തിന്റെ ഭാവിക്ക് വേണ്ടിയാണ്, വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയുള്ള കരുതലാണ് എന്നടക്കം വ്യക്തമാക്കുകയും ചെയ്തു. അശ്വതി.